വീട് മാറിയേക്കുന്നത് നമ്മുടെ ഫ്ലാറ്റ് തന്നെയാണ് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ. 2009 കീ കൈ കിട്ടി. അത് ആ സമയത്ത് ശരിക്കും അവിടെ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ, ആ ഷോ നടക്കുന്ന സമയത്ത്. പിന്നെ 2011 ഞാനവിടെ സെറ്റിൽഡ് ആയി. പതുക്കെ ഇങ്ങോട്ട് ചേക്കേറി. തന്നെയാണ്. ഞങ്ങളിങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ ഫൈനലി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ കാര്യം. പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല. എനിക്ക് തന്നത് കോൺഫിഡന്റിന്റെ റോയ് സാറിന്റെ ഫ്ലാറ്റ് ആണ്. അപ്പൊ അത് ആ സമയത്ത് അദ്ദേഹം എനിക്കെല്ലാം കംപ്ലീറ്റ്ലി രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കേട്ടോ തന്നത്. പിന്നെ അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ വേറെ കുറെ ബിൽഡേഴ്സ് വന്നു. ഓരോ സീസൺ കുറെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതില് വേറെ കുറെ വന്നപ്പോഴത്തേക്കും കുറച്ച് പേർക്ക് ഇങ്ങനെ ടാക്സ്, കാരണം എന്താ പറഞ്ഞാല് ഇത് ഗിഫ്റ്റ് തരുന്നതാണല്ലോ, ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് ഗിഫ്റ്റ് ടാക്സ് ഉണ്ട്. അത് നമ്മൾ വാങ്ങിക്കുന്ന, അപ്പൊ ലോട്ടറി എടുത്താലും നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് തരുന്ന ഗിഫ്റ്റിനുള്ള എമൗണ്ട് അതിനൊരു പെർസെന്റേജ് ഉണ്ട്. അപ്പൊ അത് നമ്മള് ഇതൊന്നും നമ്മൾ അറിയണില്ല, നമ്മൾ ന്യൂസ് നോക്കുമ്പോ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ ശരിക്കും ഞാൻ അറിയണത് തലേ ദിവസം കേട്ടോ. ഫൈനൽ ഫിനാലേക്ക് ഒരു 2 ദിവസം മുമ്പെയാണ് ഇത് കാര്യം എല്ലാവരും കൺവേ ചെയ്യണം. കാരണം കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അന്നത്തെ കാര്യം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്കൊരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വഴി ഇത്രയും ആൾക്കാരിൽ എത്തുക എന്നുള്ള, ഫ്ലാറ്റൊക്കെ പിന്നത്തെ സെക്കൻഡറി. പക്ഷെ അത് കിട്ടിയ സന്തോഷം. പക്ഷെ ഏറ്റവും കൂടുതൽ എന്തോ നമുക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സാധനവും ഒരു സംഭവം കിട്ടുക എന്നുള്ളതാണ്. അതിന്റെ നന്നായിട്ട് പാടുക എന്നുള്ളതാണ് ഓരോ റൗണ്ടും. അപ്പൊ അതിലോട്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ വലിയ ഇതൊന്നും തോന്നിയില്ല. ഇങ്ങനെ ഈ ടാക്സ് ഇത്രയും അടക്കണം, 1 ലക്ഷം നിങ്ങളെ കയ്യിൽ നിന്ന് കൊടുത്താലേ ഫ്ലാറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ ഒരു 6-7 മാസം അതിന്റെ പുറകെ ഒന്ന് ഞാൻ അങ്ങനെ പക്ഷെ പലരും ചോദിക്കുന്നുണ്ട് ഫ്ലാറ്റ് കിട്ടിയോ. ഞാൻ പറയും അവിടെ എല്ലാം ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെ പറ്റി വേറൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കോൺഫിഡന്റിൽ തന്നെ എന്നെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരു മാം എന്നെ വിളിച്ചായിരുന്നു, ഉഷ ശങ്കർ നാരായൺ എന്ന് പറഞ്ഞിട്ട്, ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ അവർക്ക് പൊളിറ്റിക്കലി ഒക്കെ ഉള്ളൊരു, അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ കൂടെ ഇത് ചോദിച്ചു ഫ്ലാറ്റ് എന്തായി. ഫ്ലാറ്റ് ഇപ്പം എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന് അറിയത്തില്ല, പക്ഷെ എന്താന്ന് അറിയില്ല. പിന്നെ അതിനുശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോ ആന്റി ചിലപ്പം സംസാരിച്ചിട്ടുണ്ടാവാം, മേ ബി എന്താണെന്ന് അറിയില്ല. ആ ഒരു സമയത്ത് തന്നെ കംപ്ലീറ്റ്ലി എല്ലാം റെഡിയായി വന്നു ചേർന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ ടാക്സ് അടയ്ക്കാൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്റെ അടുത്ത്. മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരായിട്ട്. ഞങ്ങള് എങ്ങനെയെങ്കിലും ഫ്ലാറ്റ് എടുക്കാം, നമുക്ക് അതിന് ഇപ്പം നമ്മളൊന്നും ചിന്തിക്കണില്ല, പക്ഷെ ഫ്ലാറ്റ് നമുക്ക് എടുക്കാം, എന്തായാലും ഇതുവഴി കിട്ടിയതല്ലേന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നെ ഡിസിഷൻ എടുത്ത് എന്നെ അവരുടെ ഒരു 2 വർഷത്തേക്ക് അംബാസഡർ ആക്കി കോൺഫിഡന്റിന്റെ. അപ്പൊ ആ ഒരു വകയിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്ത് തന്നു. അപ്പോ നമുക്ക് സെഗ്മെന്റിലേക്ക് പോവാം. സിമ്പിൾ സാധനമാണ്, തിരനോട്ടം സെഗ്മെന്റ്. അതായത് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു 4-5 ടോപ്പിക് പറയും, അതിനെപ്പറ്റി ഒന്ന് പറയാം, സംസാരിക്കാം. 2 വരി. ഓക്കെ, ഫസ്റ്റ് വൺ, ബ്യൂട്ടി ഓഫ് മ്യൂസിക്. ഇതൊക്കെ ഭയങ്കര ആധികാരികമായ ചോദ്യമായി പോയി. സംഗീതത്തിനെ കുറിച്ച് ദ ബ്യൂട്ടി ഓഫ് മ്യൂസിക്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് യു. അതല്ല നമ്മൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. പേഴ്സണലി എങ്ങനെയാണ് ഒരു പാട്ടിന്റെ ബ്യൂട്ടി ചേട്ടനെ ഇൻസ്പയർ ചെയ്യാറ് എന്നുള്ളത് പറഞ്ഞു. പാട്ട് പാടുമ്പം നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇപ്പം എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് മറക്കും എന്നുള്ളതാണ്. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല, എന്ത് ദുഃഖം ഉണ്ടെങ്കിലും പാട്ട് പാടിയ ആ ഒരു ദുഃഖത്തിന് അവിടെ സ്ഥാനമില്ല. അപ്പം മ്യൂസിക്കിന് വലിയൊരു പ്രാധാന്യം, നമ്മൾ അതിലോട്ടങ്ങ് മാറുക, നമ്മളെ തന്നെ വേറൊരു വഴിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പാട്ടിന് പറ്റും. അതുപോലെ ഓക്കെ മതി. അങ്ങനെയാണെങ്കിൽ അത് ഏത് പാട്ടാണ് യൂഷ്വലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ പാടി നോക്കാറ് എന്നല്ല, പാടാറ്? ഗോ ടു ഗോ സോങ് ഉണ്ടോ ചേട്ടന്? അങ്ങനെ സ്പെഷ്യലി ഒരു പാട്ടൊന്നുമില്ല. ഏത് പാട്ട് പാടിയാലും ഇപ്പം ഒരുപാട് മാനസിക പ്രശ്നമുള്ള സമയത്ത് അല്ലെങ്കിൽ വിഷമം
സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേരം നമ്മൾ പല പാട്ടുകളും നമുക്ക് വേറൊരു മൂഡിലോട്ട് മാറുക. ഓക്കെ. അത്രയും എക്സ്ട്രീം ദുഃഖമാണെങ്കിൽ പോലും നമുക്കൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മറക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് മ്യൂസിക്. ബ്യൂട്ടി, നമുക്കെല്ലാം മറക്കാൻ മറക്കാൻ പറ്റും. പറ്റും. ഓക്കെ. മ്യൂസിക് ഇൻ ഡെയിലി ലൈഫ്. വീണ്ടും സംഗീതം. സംഗീതം തന്നെയാണ്, എല്ലാം സംഗീതം റിലേറ്റഡ് ആണ്. പാട്ട് എപ്പോഴും കൂടെ ഉള്ളതാണ്. എവിടെ പോയാലും ഇങ്ങനെ മൂളിപ്പാട്ട് കൂടെ ഇരിക്കുന്നെല്ലാം ചോദിക്കും ഇങ്ങനെ ഫുൾ ടൈം പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഇവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം കാറിൽ കയറി ഒരു പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യാൻ പറയും. അതെന്താ പരിപാടിയാ എന്താണെന്നറിയില്ല. പക്ഷെ ഫുൾ ടൈം ചിലപ്പോൾ പാട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണോണ്ടായിരിക്കാം. ചില പാട്ടുകൾ ചിലതൊക്കെ റേഡിയോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ചെയ്യും. ഓക്കെ. ചിലതിങ്ങനെ സമയത്ത് എപ്പോഴും ഇങ്ങനെ പാട്ട് നമുക്കത് പറ്റൂലെന്നായിരിക്കും. ഓക്കെ ഓക്കെ. അതിനൊക്കെ ഒരു സമയവും കാലമുണ്ട്. സമയമുണ്ട് ദാസാന്ന് പറയുമ്പോൾ. അതെ. ഓക്കെ. റിഗ്രറ്റ് അങ്ങനെ അധികം റിഗ്രറ്റ് ഒന്നും ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഓർമ്മിക്കത്തക്ക റിഗ്രറ്റ് ഒന്നും. എന്നാലും ഒരെണ്ണം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതാണ് അങ്ങനെ ഒരു വഴിയില്ലല്ലോ. പിന്നെ അറിയാണ്ട് പോയ പല കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ ഒരു മേജർ സിനിമ അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അതാണെന്നാണ് ഞാൻ കരുതുന്നത്. മങ്കൊമ്പ് സാറിന്റെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരിക്കൽ. അപ്പൊ എനിക്ക് അന്ന് എന്തോ ഒരു ഷോ പുറത്തെവിടെ എന്തോ ഷോ കമ്മിറ്റ് ചെയ്ത് കാരണം എനിക്ക് ആ റെക്കോർഡിങ്ങിന് പോകാൻ പറ്റിയില്ല. മേ ബി ചിലപ്പോ അത് മറ്റേ ബാഹുബലിന്റെ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഒരു പാട്ടിന് വേണ്ടിട്ട് വിളിച്ചതാവാം. എനിക്കത് ഉറപ്പില്ല. പക്ഷെ മേ ബി ആയിരിക്കാം. അപ്പൊ അതിനെ പിന്നെ ഞാൻ അയ്യോ ചിലപ്പോ ഇതിനായിരിക്കുമല്ലോ ഞാൻ കണക്ട് ചെയ്ത് ചിലപ്പോ ചെറിയൊരു വിഷമമായി പോയി ചെറിയ. പക്ഷെ എന്നാലും എനിക്ക് പറ്റാത്തൊരവസ്ഥയായി പോയി. അറിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റായിരിക്കും അല്ല. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പുറത്ത് കമ്മിറ്റ് ചെയ്തിട്ടുള്ള സംഭവം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാ. അറിയത്തില്ലായിരുന്നു. ഐ മീൻ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര അർജൻസി ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ പോയി റെക്കോർഡ് ചെയ്യണം, വളരെ പെട്ടെന്ന് എത്തണം അപ്പൊ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അന്നാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. എല്ലാ സ്ഥലത്തും പോയി പ്രോഗ്രാം അങ്ങനെ എല്ലായിടത്തും പോയി പാടുന്ന സെലക്റ്റീവ് അല്ല, എല്ലായിടത്തും ഗസ്റ്റ് ആയിട്ടും പോയി ഒക്കെ പാടുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ആ ഒരു അങ്ങനെ അങ്ങ് പോയി ആ പാട്ട്. അപ്പൊ അത് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ കേട്ടോ ഓർമ്മ വന്ന കാര്യം. ഓക്കെ, സാരില്ല, അത് പോയി. പക്ഷെ ഇനിയും വലിയ വലിയ പടങ്ങൾ വരും. ഓക്കെ, നെക്സ്റ്റ് റിജക്ഷൻ. വളരെ ചെറുതിൽ എൻ്റെ ലൈഫിൽ 2-3 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഒരു 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ക്ലബിന്റെ ഒരു പ്രോഗ്രാം അല്ല ഒരു കോമ്പറ്റീഷൻ, അന്ന് അതിന്റെ ഒരു കാലഘട്ടമാണ്, യൂത്ത് ഫെസ്റ്റിവലും. അപ്പൊ ഉമ്മ എല്ലായിടത്തും കൊണ്ടുപോകും. മത്സരം എവിടെ ഉണ്ടോ അവിടെ എല്ലാം കൊണ്ടുപോയി പാടിപ്പിക്കുമ്പോൾ അപ്പൊ എനിക്ക് ഒരിടത്ത് പോയി ഫസ്റ്റ് കിട്ടി. പിറ്റേ ദിവസം പത്രത്തിലൂടെ അറിയുക ഫസ്റ്റ് ലളിത ഗാനം നജീം അർഷാദ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. ഭയങ്കര സന്തോഷമായി വീട്ടില്. അത് എന്റെ കാണാം ഫസ്റ്റ് പത്രത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അങ്ങനെ സമാപന ദിവസം സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഉമ്മ വാപ്പയൊക്കെ എല്ലാവരുമായിട്ട് പോണ വാപ്പയമ്മ ഉണ്ടാവും. അപ്പൊ അവിടെ ചെന്ന് പ്രൈസ് വാങ്ങാൻ നേരത്ത് ലൈറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു പയ്യന്റെ പേര് പറയുമായിരുന്നു അന്ന്. നമ്മള് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ അങ്ങനൊന്നും പോയില്ല. നമ്മൾ ഈ പത്രത്തിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്ന് അവര് പ്രൈസ് മാറ്റി കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ അന്ന് തൊട്ടേ ചെറുതിലേ ഉണ്ട് ഈ റിജക്ഷൻ ഇടക്കിടക്ക്. പിന്നെ ഒരു ഒരു ഹൈസ്കൂളിലൊക്കെ ആയ സമയത്ത് ഇതുപോലെ കലാപ്രതിഭ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുമ്പോൾ അത് ഈ പറഞ്ഞ ഒരിക്കൽ എനിക്ക് ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് അവർ മാറ്റി കൊടുത്തു. പക്ഷെ ഇതിനൊന്നും നമ്മള് ഒന്നിനും പോയിട്ടൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ലൈഫിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പല പാട്ടുകളും റെക്കോർഡിംഗ് ആണ്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. പാടി നമ്മൾ ഒരു പാട്ട് അത്ര എഫേർട്ട് എടുത്ത് പാടുന്നതായിരിക്കും. അത്രയും ഹെൽത്ത് ഒക്കെ നോക്കി മെഡിസിനൊക്കെ കഴിച്ചിട്ടായിരിക്കും പല പാട്ടുകളും ഞാൻ പോയി. തൊണ്ടയൊക്കെ ചിലപ്പോ എപ്പോഴും നമ്മൾ വിചാരിക്കും പോലെ കയ്യിലായിരിക്കില്ല. അത്രയും ഒരു എഫേർട്ട് എടുത്ത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഒരു പാട്ട് പാടി ഒരു ഔട്ട് എടുക്കണം.
ആ പാട്ടൊക്കെ വളരെ പുഷ്പം പോലെ ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ച് പോയിട്ടുണ്ട്. ഷിഫ്റ്റ് ഡിലീറ്റ്. അതെ, അതെ. സ്മാർട്ട്